ഞാൻ ഡാനിരച്ചൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻകൗണ്ടർ ബൈബിൾ സ്റ്റഡി. ബൈബിളിലെ അവസാനത്തെ ഗ്രന്ഥമായ വെളിപാട് പുസ്തക പഠന പരമ്പരയിലേക്ക് പ്രാർത്ഥനാപൂർവം ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് എപ്പിസോഡ് 3. ഇന്നത്തെ പഠന ഭാഗം വെളിപാട് പുസ്തകത്തിന്റെ 1-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ. വെളിപാട് 1-ാം അധ്യായം 9 മുതൽ 11 വരെ വാക്യങ്ങൾ ആദ്യം നമ്മൾ ശ്രദ്ധയോടെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. വെളിപാട് 1:9. മനുഷ്യപുത്രന്റെ ദർശനം. നിങ്ങളുടെ സഹോദരനും ക്ലേശങ്ങളിലും രാജ്യത്തിലും സഹനശക്തിയിലും യേശുക്രിസ്തുവിൽ നിങ്ങളോട് പങ്കുചേർന്നവനുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനത്തെയും യേശുവിന്റെ സാക്ഷ്യത്തെയും പ്രതി പാത്മോസ് എന്ന് വിളിക്കപ്പെടുന്ന ദ്വീപിലായിരുന്നു. കർത്തൃദിനത്തിൽ ഞാൻ ആത്മാവിലായിരിക്കെ എൻ്റെ പിന്നിൽ നിന്ന് കാഹളത്തിൻ്റേതുപോലുള്ള വലിയ ഒരു സ്വരം പറയുന്നത് കേട്ടു. നീ കാണുന്നത് ഒരു ഗ്രന്ഥത്തിൽ എഴുതി എഫേസോസ്, സ്മിർന, പെർഗാമോസ്, തിയത്തീറ, സാർദീസ്, ഫിലദൽഫിയ, ലവോദിക്കിയ എന്നീ 7 സ്ഥലങ്ങളിലെ 7 സഭകൾക്ക് അയച്ചു കൊടുക്കുക. പ്രിയമുള്ളവരെ, 1-ാം അധ്യായത്തിന്റെ 9 മുതൽ 11 വരെ വാക്യങ്ങൾ വിവരിക്കുന്നത് യോഹന്നാൻ ദൈവികമായ ഈ ഉത്തരവാദിത്വത്തിനായി പരമേൽപ്പിക്കപ്പെടുന്നതാണ്. ഇവിടെ 9-ാമത്തെ വാക്യം, നിങ്ങളുടെ സഹോദരനും. യോഹന്നാൻ ഇപ്പോൾ ഒരു ക്രിസ്തീയ കൂട്ടായ്മയുടെ നേതാവാണ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം അനേകം സഭകളുടെ പിതാവായ മെത്രാനായ ഒരാളാണ്. അങ്ങനെ ഒരു എൽഡറായിരിക്കുന്ന, ഒരു ലീഡറായിരിക്കുന്ന ആൾ തന്നെ അഭിസംബോധന ചെയ്യുന്നത് നിങ്ങളുടെ സഹോദരൻ എന്നാണ്. എ ക്രിസ്ത്യൻ ലീഡർ ഈസ് നോട്ട് എ കാറ്റഗറി ബൈ ഹിംസെൽഫ്. അദ്ദേഹം ഒരു ഫെലോ ബ്രദറാണ്, വിശ്വാസത്തിൽ ഒരു കൂട്ട് സഹോദരൻ ആണ്. നിങ്ങൾ ഓർക്കണം, 95 വയസ്സോളം പ്രായമുള്ളപ്പോഴും വന്യവയോധികനായ ഈ ആത്മീയ പിതാവ് തന്നെ വിളിക്കുന്നത് ആ സഭാ കൂട്ടായ്മകളിലെ ഏറ്റവും നിസ്സാരനായ ഒരാളോടൊപ്പം തന്നെ കണക്ക് കൂട്ടിക്കൊണ്ട് അവരുടെ ഒരു എളിയ സഹോദരനായിട്ടാണ്. അപ്പസ്തോലിക സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത, അവർ തലക്കെട്ടുകളെയും ലേബലുകളെയും സ്നേഹിച്ചവരായിരുന്നില്ല. അവർ യേശുവിനെയാണ് സ്നേഹിച്ചിരുന്നത്, ടൈറ്റിലുകളെ ആയിരുന്നില്ല. പദവികളെ, സ്ഥാനമാനങ്ങളെ, അധികാരത്തിൻ്റെ ഉന്നതമായ ആഡംബര മോഹങ്ങളെ ഒന്നും വലുതായി കണ്ട ആളുകളായിരുന്നില്ല അപ്പസ്തോലന്മാർ. അതുകൊണ്ട് അദ്ദേഹം തന്നെ വിളിക്കുന്നത് നിങ്ങളുടെ സഹോദരൻ എന്നാണ്. ഇനി അദ്ദേഹം പറയുകയാണ്, ഞാൻ നിങ്ങളോടൊപ്പം ഏതൊക്കെ കാര്യങ്ങളിലാണ് പങ്കുചേർന്നത്? 3 കാര്യങ്ങളാണ്. 1 ക്ലേശങ്ങളിൽ, 2 രാജ്യത്തിൽ, 3 സഹനശക്തിയിൽ. ഈ 3 കാര്യങ്ങളെയും അദ്ദേഹം ഒരുമിച്ചാണ് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഒരേ അർത്ഥത്തിലാണ് മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ, ദൈവരാജ്യത്തിൽ ജീവിക്കുന്ന ഏത് വ്യക്തിക്കും ക്ലേശമുണ്ട്. ആ വ്യക്തിക്ക് ആ ക്ലേശങ്ങളിൽ സഹനശക്തി ആവശ്യമുണ്ട്. അത് രാജ്യത്തിൻ്റെ ഭാഗമാണ്, രാജ്യത്തിൻ്റെ ഭാഗമാകുന്നതിൻ്റെ അടയാളമാണ്. ക്ലേശങ്ങളിലും രാജ്യത്തിലും സഹനശക്തിയിലും യേശുക്രിസ്തുവിൽ നിങ്ങളോട് പങ്കുചേർന്നവനുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനത്തെയും യേശുവിൻ്റെ സാക്ഷ്യത്തെയും പ്രതി പാത്മോസ് എന്ന് വിളിക്കപ്പെടുന്ന ദ്വീപിൽ ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ തൻ്റെ സഭകളിൽ നിന്ന് ഏകദേശം 150ഓളം കിലോമീറ്റർ അപ്പുറത്തുള്ള തടവുപുള്ളികളെ നാടുകടത്തിയിരുന്ന, അവരെ നാടുകടത്തി ജോലി ചെയ്യിച്ചിരുന്ന പാത്മോസ് എന്ന് വിളിക്കപ്പെടുന്ന ദ്വീപിലായിരുന്നു. ഇത് ഏകദേശം AD 90-നും 96-നും ഇടയ്ക്ക് നടക്കുന്ന കാര്യമാണ്. ഈ സമയത്ത് അദ്ദേഹം പാത്മോസിലേക്ക് നാട് കടത്തപ്പെട്ടത് 2 കാരണങ്ങളാലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്നാമത്തേത് ദൈവവചനത്തെ പ്രതിയാണ്. ദൈവവചനം മായമില്ലാതെ, കളങ്കമില്ലാതെ, കലർപ്പില്ലാതെ പ്രഘോഷിച്ചതിൻ്റെ ഫലമായിട്ടാണ് നാട് കടത്തപ്പെട്ടത്. 2-ാമത്തെ കാരണം അദ്ദേഹം യേശുക്രിസ്തുവിന് സാക്ഷ്യം നൽകിയതിനെ പ്രതിയാണ്. ഈ സാക്ഷ്യം എന്ന് പറയുന്ന വാക്ക് വെളിപാട് പുസ്തകത്തിൽ ഒത്തിരി പ്രാവശ്യം ആവർത്തിക്കപ്പെടുന്ന ഒരു വാക്കാണ്. സത്യത്തിൽ സാക്ഷ്യം നൽകുന്നതിൽ ഭയം കൂടാതെ മുന്നോട്ടു പോകാൻ ദൈവജനത്തെ പ്രേരിപ്പിക്കുന്നതിനും ഉത്തേജിപ്പിക്കുന്നതിനുമായിട്ടാണ് ഈ ഗ്രന്ഥം പോലും എഴുതപ്പെട്ടത്. അതുകൊണ്ട് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സാക്ഷ്യം നൽകിയതിനെ പ്രതിയും അദ്ദേഹം നാടുകടത്തപ്പെട്ടു എന്ന് അദ്ദേഹം പറയുകയാണ്. 10-ാമത്തെ വാക്യം, കർത്തൃദിനത്തിൽ ഞാൻ ആത്മാവിലായിരിക്കെ. കർത്തൃദിനം എന്ന് ഉദ്ദേശിക്കുന്നത് തീർച്ചയായും ഞായറാഴ്ച ദിവസമാണ്. ഞായറാഴ്ച ദിവസം ആരാധനയുടെ ദിവസമാണ് ആദിമസഭയ്ക്ക്, അപ്പസ്തോലിക സഭകൾക്ക്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു സഭാ നേതാവ് എന്ന നിലയിൽ തൻ്റെ സഭകളുമായി ആത്മാവിൽ ഐക്യപ്പെട്ട്, പൗലോസ് അപ്പോസ്തലൻ കൊളോസോസ് ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെയാണത്. ഞാൻ ശാരീരികമായി നിങ്ങളിൽ നിന്ന് വിദൂരസ്ഥനാണെങ്കിലും ആത്മാവിൽ നിങ്ങൾക്ക് സമീപസ്ഥനാണ്. അപ്പോസ്തലനായ യോഹന്നാനും അപ്രകാരം തന്നെ തൻ്റെ സഭാകൂട്ടായ്മയോട് ആത്മാവിൽ ഐക്യപ്പെട്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ
ശരീരം പാത്മോസ് ദ്വീപിലാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറയെ തൻ്റെ സഭകളെക്കുറിച്ചുള്ള വ്യാകുലവും വിചാരങ്ങളുമാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആത്മാവ് കർത്താവിനോട് ഒപ്പം ആയിരുന്നു. അദ്ദേഹം ആത്മാവിൽ ദൈവത്തോടൊപ്പമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ അദ്ദേഹം ആത്മീയമായി ഐക്യപ്പെട്ട് സഭകളോട് കൂടെ ആയിരുന്നു. ഈ പ്രയോഗങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഇതൊരു ലിറ്റർജിക്കൽ ടെക്സ്റ്റാണ് എന്നാണ്. കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ ആരാധനയെ സംബന്ധിക്കുന്ന വാക്യങ്ങളാണ്. എങ്ങനെയാണത് ആരാധനയെ സംബന്ധിക്കുന്ന വാക്യങ്ങളാകുന്നത്? കർത്തൃദിനം എന്ന് പറയുന്നത് തന്നെ ആദിമസഭയ്ക്ക് ദൈവാരാധനയുടെ ദിവസമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഭയിലുള്ള എല്ലാ ആളുകളും ഇപ്പോൾ ആരാധനയിലായിരിക്കുന്ന സമയമായിരുന്നു. ആ ആരാധനയിലായിരിക്കുന്ന സമയമാണ് യഥാർത്ഥത്തിൽ ഒരാൾ ആത്മാവിലാകുന്ന സമയം. ആത്മാവിലും സത്യത്തിലും ഒരാൾ ദൈവത്തെ ആരാധിക്കുന്നത് ദൈവം നമുക്ക് പറഞ്ഞു തന്ന പ്രകാരം ദൈവത്തെ ആരാധിക്കുമ്പോഴാണ്. അങ്ങനെ തൻ്റെ സഭകളെല്ലാം ആരാധനയിലായിരിക്കുമ്പോൾ അദ്ദേഹവും ആത്മാവിൽ ദൈവത്തോട് ലയിച്ചിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്ന് കാഹളത്തിൻ്റേതുപോലുള്ള വലിയ ഒരു സ്വരം വിളിച്ചു പറയുന്നത് അദ്ദേഹം കേൾക്കുന്നത്. ജോൺ വാസ് വർഷിപ്പിംഗ് ഇൻ സ്പിരിറ്റ്. ഹിസ് സ്പിരിറ്റ് വാസ് ഇൻ ദ സെയിം ഫ്രീക്വൻസി വിത്ത് ദ ഹോളി സ്പിരിറ്റ്. നമുക്ക് ആരാധനയിൽ യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത് ഇതാണ്. നമ്മൾ ദൈവാത്മാവുമായി നമ്മുടെ ആത്മാവ് ഒട്ടി നിൽക്കുന്ന, ഒന്നായി നിൽക്കുന്ന സമയമാണ് ആരാധനയുടെ സമയം. അത് സംഭവിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാൻ കൂടി ഈ ടെക്സ്റ്റ് നമ്മളെ സഹായിക്കണം. 11-ാമത്തെ വാക്യത്തിൽ ഈ കാഹള ധ്വനി അദ്ദേഹത്തോട് പറയുന്നത് എന്താണ് എന്നാണ് പറയുന്നത്. കാഹളത്തെക്കുറിച്ചൊരു കാര്യം സൂചിപ്പിക്കുകയാണ്. ഈ ട്രംപറ്റ് അഥവാ കാഹളവും ലിറ്റർജിക്കലായ ഒരു പദമാണ്. അതും ആരാധനയുമായി ബന്ധപ്പെട്ട ഒരു പദമാണ്. ഇത് ആരാധനയുടെ പശ്ചാത്തലമാണ് എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു കാരണം, ഇവിടെ യോഹന്നാൻ മാത്രമല്ല തടവുകാരനായി ഉള്ളത്. പക്ഷേ ഈ കാഹളധ്വനി യോഹന്നാൻ മാത്രമേ കേൾക്കുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം ബാക്കി എല്ലാ തടവുകാരും തങ്ങളുടെ ജഡത്തിലായിരുന്നു. യോഹന്നാൻ മാത്രമാണ് ആത്മാവിൽ ദൈവത്തോട് ഐക്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ആരാധനയുടെ ഈ സ്വരത്തിൻ്റെ, ആരാധനയുടെ ഈ ശബ്ദത്തിൻ്റെ നടുവിൽ അദ്ദേഹം ഈ കാഹളധ്വനി ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നത്. 11-ാമത്തെ വാക്യം, നീ കാണുന്നത് ഒരു ഗ്രന്ഥത്തിൽ എഴുതി എഫേസോസ്, സ്മിർന, പെർഗാമോസ്, തിയത്തീറ, സാർദീസ്, ഫിലാദൽഫിയ, ലവോദിക്കിയ എന്നീ 7 സ്ഥലങ്ങളിലെ 7 സഭകൾക്ക് അയച്ചു കൊടുക്കുക. ഈ 7 സഭകൾ ഏഷ്യ മൈനറിലെ 7 റോമൻ നഗരങ്ങളിലെ സഭകളായിരുന്നു. ഈ സഭകളുടെ ലിസ്റ്റ് പറഞ്ഞിരിക്കുമ്പോൾ സൂക്ഷിച്ചിരിക്കുന്ന ക്രമം, ഇതൊരു മെയിലിംഗ് റൂട്ടാണ്. അതായത് ഒരു പോസ്റ്റ്മാൻ ഒരു കത്തുമായി പോയാൽ ആദ്യത്തെ സ്ഥലത്ത് കത്ത് കൊടുത്ത് അടുത്ത സ്ഥലത്തേക്ക് പോയി മടങ്ങിയെത്തുന്ന വിധത്തിലുള്ള ഒരു സർക്കുലർ ജേർണിയെ, വൃത്താകൃതിയിലുള്ള ഒരു യാത്രയെ സൂചിപ്പിക്കുന്ന ഒരു ലിസ്റ്റായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതായത് ആദ്യത്തെ സഭയിൽ ഈ എഴുത്ത് കൊടുത്തതിന് ശേഷം, എഫേസോസിലെ സഭയ്ക്ക് എഴുത്ത് കൊടുത്തതിന് ശേഷം 3 ദിവസത്തെ വഴിയാത്ര നടന്നാൽ എത്തിച്ചേരുന്ന സ്ഥലമാണ് അടുത്ത സ്ഥലമായ സ്മിർന. അവിടുന്ന് വീണ്ടും 3 ദിവസം യാത്ര ചെയ്താൽ എത്തുന്ന സ്ഥലമാണ് പെർഗാമോസ്. ഇങ്ങനെ ഇതൊരു മെയിലിംഗ് റൂട്ടാണ്. കത്തുകൾ കൊണ്ടു കൊടുക്കാൻ പോസ്റ്റ്മാൻ സഞ്ചരിക്കുന്ന റൂട്ട് പോലെയുള്ള ഒരു റൂട്ട് മാപ്പിലാണ് ഈ 7 സഭകളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 7 എന്നത് പ്രതീകാത്മകമാണ്. ഇത് ഈ 7 സഭകൾക്ക് വേണ്ടി മാത്രം എഴുതപ്പെട്ട ഒരു വെളിപാടല്ല. 7 എന്നത് ആഗമാന സഭയെ മൊത്തം സൂചിപ്പിക്കുന്ന പൊതുവായ പദമാണ്. അതുകൊണ്ട് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് സഭകൾക്ക് മുഴുവനായിട്ട് ആണ്. നമ്മളിനി കാണാൻ പോകുന്നത് 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെയാണ് അദ്ദേഹം യോഹന്നാൻ തൻ്റെ ആദ്യത്തെ ദർശനം കാണുന്നത്. 12-ാമത്തെ വാക്യം, എന്നോട് സംസാരിച്ച സ്വരം കാണാൻ ഞാൻ തിരിഞ്ഞു. ഞാൻ വായിച്ചത് ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു. സ്വരം കേൾക്കാൻ എന്നല്ല, എന്നോട് സംസാരിച്ച സ്വരം കാണാൻ. നമ്മൾ ആരാധിക്കുന്ന ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ ആ ദൈവം അവിടെ പ്രസൻ്റാണ്. ആ ദൈവത്തെ നമുക്ക് തിരിഞ്ഞു നോക്കിയാൽ കാണാൻ കഴിയും. സ്വരം കേൾക്കുമ്പോൾ വ്യക്തിയെ കാണാൻ കഴിയും. അതുകൊണ്ടാണ് സ്വരം കാണാൻ എന്ന് എഴുതിയിരിക്കുന്നത്. നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ യേശുവിനെ വ്യക്തിപരമായി കാണുകയാണ്, കണ്ടുമുട്ടുകയാണ്. ആ സ്വരം കാണാൻ ഞാൻ തിരിഞ്ഞപ്പോൾ സ്വർണ്ണ നിർമ്മിതമായ 7 ദീപപീഠങ്ങൾ ഞാൻ കണ്ടു. ദീപപീഠങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനെ പോലെയുള്ള ഒരുവൻ, അവന് പാദം വരെ നീണ്ടുകിടക്കുന്ന മേലങ്കി, മാറോടടുത്ത് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ 7 കാലുള്ള ഒരു വിളക്കല്ല, മറിച്ച് 7 വിളക്കുകളാണ്. 7 വ്യത്യസ്തങ്ങളായ 7 സെപ്പറേറ്റായ ഈ ലാംപ് സ്റ്റാൻഡ്സ്, ഈ ദീപപീഠങ്ങൾ സൂചിപ്പിക്കുന്നത്
7 വ്യക്തിഗത സഭകളെയാണ്, സഭകളുടെ വ്യക്തിത്വത്തെയാണ്. പക്ഷേ അവർക്ക് ഒരു ശിരസേ ഉള്ളൂ, ഒരു തലവനേ ഉള്ളൂ. അതിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന ആൾ ഒരേ ഒരാൾ മാത്രമാണ്, അത് ക്രിസ്തുവാണ്. സഭകളെല്ലാം തങ്ങളുടെ വ്യക്തിഗതമായ തനിമകൾ സൂക്ഷിക്കുമ്പോൾ തന്നെ ഒന്നായി മാറുന്നത് ക്രിസ്തു എന്ന ഈ ശിരസിലാണ്. ക്രിസ്തുവിലാണ് നമ്മൾ ഒന്നാവുന്നത്. പലരായിരിക്കുന്ന നാം ഒന്നായി മാറുന്നത് യേശുവിൽ മാത്രമാണ്. മനുഷ്യപുത്രനെ പോലെ ഒരുവൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ. ഇത് ദാനിയേൽ പ്രവചിച്ച പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അവന് പാദം വരെ നീണ്ടുകിടക്കുന്ന മേലങ്കി. ഈ മേലങ്കി പ്രതീകാത്മകമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പ്രധാന പുരോഹിതന്റെ വസ്ത്രത്തെയാണ്. അതും ആരാധനാപരമായ ഒരു സജഷനാണ്. ഇത് ആരാധനയുടെ പശ്ചാത്തലമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു പ്രത്യേക അടയാളം കൂടിയാണ് ഈ പാദം വരെ നീണ്ടുകിടക്കുന്ന ആ മേലങ്കി. അവന് മാറോടടുത്ത് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച. ആ മാറത്തെ പൊൻ ഇടക്കച്ച, അത് സൂചിപ്പിക്കുന്നത് യേശുവിൻ്റെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത അധികാരത്തെയാണ്. അൺപാരലൽഡ് അതോറിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അവൻ്റെ ശിരസും മുടിയുമാകട്ടെ വെൺകമ്പിളി പോലെയും മഞ്ഞ് പോലെയും ധവളം, നയനങ്ങൾ തീജ്വാല പോലെ. തൂവെള്ള ശിരസ് സൂചിപ്പിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ നിത്യതയും അവൻ്റെ അനന്ത ജ്ഞാനത്തെയുമാണ്. തീജ്വാല നയനങ്ങൾ സൂചിപ്പിക്കുന്നത് അവൻ വിധിയാളനാണ്. ആ വിധിയാളൻ്റെ എല്ലാം കാണുന്ന കണ്ണുകളാണ് ഇവിടെ യോഹന്നാൻ ദർശനത്തിൽ കണ്ടുമുട്ടുന്നത്. അടുത്തതായി അവൻ്റെ പാദങ്ങൾ ചൂളയിൽ ചുട്ടുപഴുപ്പിച്ച് തിളങ്ങുന്ന പിത്തള പോലെ. പഴുപ്പിച്ച പിത്തള പോലെയുള്ള പാദങ്ങൾ അവൻ്റെ പരിശുദ്ധിയെ സൂചിപ്പിക്കുന്ന അടയാളമാണ്. അവൻ്റെ സ്വരം പെരുവെള്ളത്തിൻ്റെ ഇരമ്പൽ പോലെയും. അവൻ്റെ വലത് കൈയിൽ 7 നക്ഷത്രങ്ങൾ. അവൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൂർച്ചയുള്ള ഇരുവായ്ത്തലവാൾ. ഈ ഇരുവായ്ത്തലവാൾ സൂചിപ്പിക്കുന്നത് ദൈവവചനത്തെയാണ് എന്ന് നമുക്ക് അറിയാം. അവൻ്റെ വചനം പൂർണ്ണശക്തിയോടെ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ. ഈ പ്രതീകങ്ങളിലൂടെയെല്ലാം ഇവിടെ യോഹന്നാൻ വരച്ചു കാണിക്കാൻ പരിശ്രമിക്കുന്നത്, അല്ലെങ്കിൽ യോഹന്നാൻ ലഭിക്കുന്ന വെളിപാട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ, ഉത്ഥിതനായ യേശുക്രിസ്തുവിൻ്റെ തുലനം ചെയ്യാനാവാത്ത മഹത്വത്തെയാണ്. ഈ മഹത്വമാണ് പീഡനത്തിൽ കഴിയുന്ന ഒരു സഭയ്ക്ക് ദൈവം നൽകുന്ന ആൻറ്റിഡോട്ട്. ദൈവമഹത്വമാണ് ക്ലേശമനുഭവിക്കുന്ന ഒരു സഭയ്ക്ക് ദൈവം നൽകുന്ന സമാശ്വാസത്തിൻ്റെ മറുമരുന്ന്. എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്? അതായത് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഈ കഷ്ടതകൾ നിസ്സാരമാണ്. ഒരിക്കൽ നമ്മെപ്പോലെ കഷ്ടത അനുഭവിച്ച്, പീഡ അനുഭവിച്ച്, കുരിശിൽ തറയ്ക്കപ്പെട്ട് നമ്മളിൽ നിന്ന് അപ്രത്യക്ഷനായി എന്ന് നമ്മൾ വിചാരിച്ച യേശുക്രിസ്തുവിൻ്റെ മഹത്വം, ഗ്ലോറി, തേജസ്, അവൻ്റെ ഔന്നത്യം യോഹന്നാൻ്റെ കണ്ണുകളിൽ വെളിപ്പെട്ട് കിട്ടുമ്പോൾ യോഹന്നാനും അതുവഴിയായി യോഹന്നാൻ്റെ സഭകൾക്കും നമുക്കും മനസ്സിലാവുകയാണ്, തുലനം ചെയ്യാനാവാത്ത മഹത്വത്തിലേക്ക് ഉയർത്തപ്പെട്ട യേശുവിനെ പോലെയാണ് ക്ലേശങ്ങളുടെ നടുവിലൂടെ, ആ തീജ്വാലകൾക്ക് നടുവിലൂടെ കടന്നുപോയി വിജയം വരിക്കുന്ന വിശ്വാസി നേടിയെടുക്കുന്ന മഹത്വം അതേ ക്രിസ്തുവിൻ്റെ മഹത്വം തന്നെയാണ് എന്ന ഒരു ബോധ്യമാണ് ക്ലേശങ്ങളിൽ കഴിയുന്ന സഭയ്ക്ക് ദൈവം നൽകുന്ന ആശ്വാസത്തിൻ്റെ മറുമരുന്ന്. 17-ാമത്തെ വാക്യം, അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. ഇത് ദാനിയേല് ദർശനം കണ്ടപ്പോൾ ദാനിയേല് ബോധരഹിതനായി വീണതുപോലെയുള്ള അതേ അനുഭവമാണ്. ഈ ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം 9-ാം വാക്യത്തിലും സമാനമായ ഒരു അനുഭവം കാണാൻ കഴിയും. ഇനി അപ്പോൾ അവൻ തൻ്റെ വലങ്കൈ എൻ്റെ മേൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനാണ് ആദ്യനും അന്ത്യനും ജീവിക്കുന്നവനും. ഞാൻ മൃതനായി, എന്നാൽ ഇതാ ഞാൻ എന്നും എന്നേക്കും ജീവിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലുകൾ എൻ്റെ പക്കലുണ്ട്. അതിനാൽ നീ കണ്ടതും ഉള്ളവയും ഇവയ്ക്ക് ശേഷം സംഭവിക്കാനിരിക്കുന്നവയും എഴുതുക. യോഹന്നാനോട് നീ ഭയപ്പെടരുത് എന്ന് പറയുന്നതിൻ്റെ കാരണങ്ങളാണ്: ഒന്നാമത്തേത്, ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ഞാൻ ആദ്യനും അന്ത്യനുമാണ്. രണ്ടാമത്തേത്, ഞാൻ ജീവിക്കുന്നവനാണ്. എന്തുകൊണ്ടാണ് ഭയപ്പെടാതിരിക്കാനുള്ള കാരണങ്ങളായി ഇവയെ പറയുന്നത്? ദൈവം പറയുകയാണ്, യേശു പറയുകയാണ്, എനിക്ക് തുടക്കവും ഒടുക്കവും അറിയാം. ഞാൻ ആരംഭവും അവസാനവും കണ്ടവനാണ്. അതുകൊണ്ട് താൽക്കാലികമായ പീഡകളെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട. രണ്ടാമത്തേത്, ഞാൻ മരിച്ചവനായിരുന്നു, പക്ഷെ ഞാൻ ജീവിക്കുന്നവനാണ്. റോമാ സാമ്രാജ്യത്തിൽ അന്ന് നിലവിലിരുന്ന ദൈവമാണെന്ന് സ്വയം അവകാശപ്പെട്ട രാജാക്കന്മാരെ പോലെയല്ല. വിജാതീയ ബിംബങ്ങളെല്ലാം തന്നെ ജീവനില്ലാത്തതാണ്. ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ ജീവിക്കുന്നവനാണ്. ഭയപ്പെടാതിരിക്കാനുള്ള മൂന്നാമത്തെ കാരണം, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലുകൾ എൻ്റെ കയ്യിലാണ് ഉള്ളത്. മറുലോകത്തിൻ്റെ താക്കോൽ എൻ്റെ കയ്യിലാണ് ഉള്ളത്. അതുകൊണ്ട് ജീവനും മരണവും എൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട എന്നാണ് ഈ പറഞ്ഞ വാക്കുകളുടെ ധ്വനി. ഇനി നീ എന്തിനെക്കുറിച്ചൊക്കെയാണ് എഴുതേണ്ടത്? ഒന്ന്, നീ കണ്ടതും
ഉള്ളവയും ഇവയ്ക്ക് ശേഷം സംഭവിക്കാനിരിക്കുന്നവയും എഴുതുക. 1. ഇപ്പോൾ സംഭവിക്കുന്നവ നീ കാണും, അത് നീ എഴുതണം. ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ നീ കാണും, അവയും നീ എഴുതണം. ഇതിനുശേഷം കർത്താവ് ദീപപീഠങ്ങളുടെയും 7 നക്ഷത്രങ്ങളുടെയും അർത്ഥം പറയുകയാണ്. എൻ്റെ വലങ്കയിൽ നീ കണ്ട 7 നക്ഷത്രങ്ങളുടെയും 7 സ്വർണ്ണ ദീപപീഠങ്ങളുടെയും രഹസ്യം ഇതാണ്. 7 നക്ഷത്രങ്ങൾ 7 സഭകളുടെ ദൂതന്മാരും 7 ദീപപീഠങ്ങൾ 7 സഭകളും ആകുന്നു. നിങ്ങൾ പ്രത്യേകം ഇവിടെ ശ്രദ്ധിച്ച് കാണും. ദീപപീഠങ്ങൾ എന്നാണ് പറയുന്നത്, ദീപങ്ങൾ എന്നല്ല. സഭകള് വിളക്കുകളാണ്, ദീപം യേശുവാണ്. 7 നക്ഷത്രങ്ങൾ സഭയുടെ 7 മെത്രാന്മാരെ അല്ലെങ്കിൽ സഭയുടെ എൽഡർമാരെ, മൂപ്പന്മാരെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. അത് മാലാഖമാരെ സൂചിപ്പിക്കുന്ന വാക്കല്ല, മറിച്ച് സഭയുടെ ദൂതൻ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് സഭയെ ദൈവം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന സഭാ നേതാവിനെയാണ്, മെത്രാനെയാണ്, മൂപ്പനെയാണ്. ക്രിസ്തുവാകുന്ന ആ ദീപം സഭകളാകുന്ന വിളക്കുകളിൽ നിന്ന് കെട്ടുപോകുന്ന നേരത്ത് സഭയാകുന്ന ദീപപീഠം നീക്കിക്കളയും എന്ന ഒരു ധ്വനി കൂടി ഇവിടെ ലഭിക്കുന്നുണ്ട്. സത്യത്തിൽ യോഹന്നാൻ ഈ വെളിപാടുകൾ ഉച്ചരിച്ച സഭകൾക്കെല്ലാം പിന്നീട് കാലാന്തരത്തിൽ സംഭവിച്ചത് അതാണ്. ക്രിസ്തുവാകുന്ന വെട്ടം അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ ദീപപീഠങ്ങളും നീക്കപ്പെട്ടു. ഇത് നമുക്കും സംഭവിക്കാൻ സാധ്യതയുള്ള ദുരന്തമാണ്. ക്രിസ്തുവാകുന്ന വെളിച്ചം നമ്മളിൽ നിന്ന് കെട്ടുപോവുകയും കുറെ നിരന്തരമായി അനുവർത്തിച്ചു വന്ന ചിരപരിചിതമായ രീതികളിൽ നമ്മൾ തുടരുകയും ചെയ്യുമ്പോൾ സഭ നിലനിൽക്കുക എന്ന സാങ്കത്യം, പ്രസക്തി നഷ്ടപ്പെടുകയും ദീപപീഠങ്ങൾ ഇല്ലാതാവുകയും ചെയ്യാം, നീക്കം ചെയ്യപ്പെടുകയും ചെയ്യാം എന്ന ഒരു താക്കീത് കൂടി ഈ വചനം നമുക്ക് നൽകുന്നുണ്ട്. അനുഗ്രഹീതമായ ഒരു ദിവസം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിൽ നമ്മൾ കാതോർക്കുന്നത് കർത്താവിൻ്റെ ഹൃദയമിടിപ്പുകളാണ്. നമ്മൾ വചനമാകുന്ന സ്വരം കേൾക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് കർത്താവിനെ തന്നെയാണ്. സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാളെ വീണ്ടും ഈ വചന പഠന പരമ്പരയുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു. ഞാൻ ഡാനിയലച്ചൻ. മറക്കരുത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നാളെ വീണ്ടും കാണുന്നത് വരെ ദൈവം നിങ്ങളെ കൃപയിൽ കാത്തു സൂക്ഷിക്കട്ടെ.